ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. അലിവ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ നാടിനു വേണ്ട ആളെ കൊല്ലും ലഹരി എന്ന മുദ്രാവാക്യമുയർത്തി സിംബോസിയം പ്രതിരോധ ജ്വാല സംഘടിപ്പിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ സൊസൈറ്റി വാർഷിക പൊതുയോഗം നടത്തി. പൊതുയോഗത്തോടനുബന്ധിച്ച് സമൂഹത്തിലെ മാരക വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ സിംബോസിയവും സംഘടിപ്പിച്ചു. ഈ നാടിന് വേണ്ട ആളെക്കൊല്ലും ലഹരി എന്ന വിഷയത്തിലായിരുന്നു സിംബോസിയം. E.T. ടൈസൺ മാസ്റ്റർ MLA സിംബോസിയം ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് VK രാജു മുഖ്യ പ്രഭാഷണം നടത്തി. 16-ാം വയസ്സിൽ കഞ്ചാവിലെ വെടിവലിയിലൂടെ കഞ്ചാവിലേക്ക് എത്തി കഞ്ചാവിനടിമയാവുമ്പോൾ സ്വാഭാവികമായിട്ടും പണം ആവശ്യമാണ്. പണം ജോലി സമ്പാദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അടുത്ത മാർഗം മോശമാണ്. നമുക്ക് എല്ലാവർക്കും അറിയും. അങ്ങനെ പണം സമ്പാദിക്കുകയും ആ ജീവിതത്തിലൂടെ മുന്നോട്ട് പോവുകയും അവിടെ നിന്ന് തിരിച്ച് ലൈഫിലേക്ക് വരിക എന്നുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം വിശദമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യും. ഇവിടെ ഇരിക്കുന്ന ഒരാളും ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന് ഞാൻ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. കാരണം എല്ലാവരും പേരൻസാണ്. നമ്മളുടെ ആശങ്ക നമ്മളുടെ കുട്ടികളാണ്. ആ കുട്ടികളുടെ ഉള്ള പേരൻസാണ് ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും. ഇന്നിപ്പോൾ ചാനലുകൾ തിരഞ്ഞെടുക്കുന്നത് ഒരു ഷൈനിനെ കുറിച്ചാണ്. അല്ല, ഷൈനാണെന്ന് ഇളകിക്കൊണ്ടിരിക്കുന്നത്. ഡാൻസാണ് ഷൈൻ ടോപ്പ് ചാക്കോ. ചാനൽ എന്ന് പറഞ്ഞത് നിങ്ങളെല്ലാവരും സമൂഹത്തോടും സഞ്ചരിക്കുന്ന ആൾക്കാരാണെന്നുള്ള ചിന്തയിലാണ് ഞാനങ്ങനെ പറഞ്ഞത്. കാരണം നമ്മുടെ നാട്ടിലെ ഒരു വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ ഈ കേരളം മുഴുവൻ അറിയുന്ന നാടാണ് നമ്മുടെ നാട്. അല്ലാതെ നമ്മുടെ നാട് ജാർഖണ്ഡോ വെസ്റ്റ് ബംഗാളോ അങ്ങനെയുള്ളൊരു നാടല്ല. ഈ നാട് വേറെ ഒരു പ്രത്യേക നാടാണ്. വിദ്യാഭ്യാസമുള്ള ആൾക്കാർ വസിക്കുന്ന, ലോകത്തെല്ലായിടത്തും പോയി ജീവിക്കുന്ന ആൾക്കാരെ, ലോകം മുഴുവൻ കണ്ട ആൾക്കാരുടെ ഒരു നാടാണ്. ചെറുപ്രായത്തിൽ ലഹരിക്ക് അടിമപ്പെട്ട് വിദ്യാഭ്യാസം പോലും പാതിവഴിയിൽ ഉപേക്ഷിച്ച് ജീവിതം കൈവിട്ടുപോയ അവസ്ഥയിൽ നിന്നും സ്ഥിരമായ വിമുക്തി ചികിത്സയിലൂടെ ജീവിതം തിരികെ പിടിച്ച് ഇപ്പോൾ കേരളത്തിലുടനീളം ലഹരി വിരുദ്ധ പ്രചാരകനായി തീർന്ന മുഹമ്മദ് സ്വാലിഹ് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ DK ഗീത ലഹരിക്കെതിരെയുള്ള പ്രതിരോധ ജ്വാല ഉദ്ഘാടനം ചെയ്തു. കാരണം ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന വളരെ ആപത്ത് നിറഞ്ഞ ഒരു പ്രശ്നം തന്നെയാണ് ലഹരി എന്നുള്ളത്. അത് വിദ്യാർത്ഥികളെ മാത്രമല്ല, കുട്ടികളെ മാത്രമല്ല, ഒരു സമൂഹത്തിനെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു വിപത്താണ് ഇന്ന് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ച അലിവിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുന്നു. നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും, എല്ലാ സഹായ സഹകരണങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊള്ളുന്നു. നന്ദി. MA സംസ്ഥാന ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ എന്നിവർ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി സംസാരിച്ചു. ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ഷൈൻ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി KM അബ്ദുൽ ജമാൽ സ്വാഗതവും ട്രഷറർ KK സുൽഫി നന്ദിയും പറഞ്ഞു.